ഉപ്പുതറ പഞ്ചായത്തിലെ ശ്മശാന നിർമ്മാണം ഇഴയുന്നു. ശ്മശാനത്തിന് ഭൂമി വാങ്ങിയത് 4 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണമാണ് ഇനിയും പൂർത്തിയാകാതെ കിടക്കുന്നത്. കരാറുകാരന്റെ അനാസ്ഥയാണ് നിർമ്മാണത്തിന് തിരിച്ചടിയായെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഉപ്പുതറയിലെ തോട്ടഭൂമിയിൽപ്പെട്ട ശ്മശാനത്തിൽ മൃതദേഹം മടക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും നിരവധി കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് കോടതി പഞ്ചായത്തിന് പൊതുശ്മശാനത്തിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ഭൂമിയുടെ ലഭ്യതയില്ലാതിരുന്നതിനാൽ പഞ്ചായത്ത് ഭരണസമിതി 50 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് ശ്മശാന നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചത്. ആദ്യം ഭൂമിക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. പിന്നീട് കല്ലറകളും മൃതദേഹത്തിന് കർമ്മത്തിനും മറ്റുമായി ഹാൾ നിർമ്മിക്കുന്നതിനുമായി 35 ലക്ഷം രൂപയും അനുവദിച്ചു. ഹാളിന്റെ നിർമ്മാണം പൂർത്തിയായി. കല്ലറ നിർമ്മിച്ചുവെങ്കിലും ഇനിയും സ്ലാബ് ഇട്ടിട്ടില്ല. സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ പണിയേണ്ട സംരക്ഷണ വേലി ഇനിയും നിർമ്മിച്ചിട്ടില്ല. നിർമ്മാണം ആരംഭിച്ചിട്ട് 3 വർഷമായെങ്കിലും ഇനിയും പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ മരണമുണ്ടായാൽ ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും. 35 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് കല്ലറകൾ പണിതുകൊണ്ട് അതുപോലെ തന്നെ ബോഡി നമുക്ക് കൊണ്ട് വെക്കുവാനുള്ള ഹാൾ ഉൾപ്പെടെ അതുപോലെ ഈ സ്ഥലം സംരക്ഷിക്കുവാനായിട്ട് ഫെൻസിങ് വേലിയും നിർമ്മിക്കുവാനായിട്ട് 35 ലക്ഷം രൂപ വകയിരുത്തി അതിൻ്റെ ഹാളും കല്ലറകളുമെല്ലാം പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടിയന്തരമായിട്ട് ഫെൻസിങ് നടത്തി ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ലക്ഷക്കണക്കിന് രൂപ പൊതുവായിട്ട് പഞ്ചായത്ത് ഗവൺമെൻറ് ശ്മശാനത്തിന് മുടക്കുകയും അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അത് തികച്ചും അപലപനീയമാണ്. കല്ലറകൾ നിർമ്മിച്ച് അതിന്റെ മൂടി വാർത്തിടണം. എന്നാൽ മൂടി നിർമ്മിച്ചതിൽ പലതിനും ഹുക്ക് വെക്കാതെയാണ് നിർമ്മിച്ചത്. സമയബന്ധിതമായി ശ്മശാനം നിർമ്മിക്കാതെ കരാറുകാരൻ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും പിടിപ്പുകേട് നിർമ്മാണം നീണ്ടുപോകാൻ ഇടയായിട്ടുണ്ട്. അടിയന്തരമായി ശ്മശാന നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.